ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 13ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, മൂന്നാമത്തത് ക്വസ്റ്റ്യൻ കണ്ടോ, എത്ര സ്മാൾ സ്ക്വയർ ഉണ്ട്? എത്ര സ്മാൾ സ്ക്വയർ ഉണ്ട്? ഇതിനകത്ത് എത്ര ഉണ്ട്? രണ്ട്. ഇതിനകത്തോ 1 2 3 ഇതിനകത്തോ 4 5 6 ഇതിനകത്തോ 2 3 4 5 6 7 ഇങ്ങനെയാ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ലാർജ് സ്ക്വയർ? എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? ഇവിടെ ലാർജ് സ്ക്വയർ വല്ലതും ഉണ്ടോ? ശ്രദ്ധിക്കണേ, ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. ലാർജ് സ്ക്വയർ ഉണ്ടോ? സ്ക്വയർ ആണെന്ന് പറഞ്ഞൂടെ? ഉണ്ടോ? ഇല്ല. ഇവിടെയോ എത്ര ഉണ്ട് ലാർജ് സ്ക്വയർ? ഒരെണ്ണം. അപ്പുറത്തെയോ എത്ര ഉണ്ട്? ഇതൊരു സ്ക്വയർ അല്ലേ? ഇത് കണ്ടോ, ഇതൊരു സ്ക്വയർ അല്ലേ? തിരിച്ചതേപോലെ ഇതൊരു സ്ക്വയർ അല്ലേ? ഇതൊരു സ്ക്വയർ അല്ലേ? വലിയ ലാർജ് സ്ക്വയർ. ഇങ്ങനെ ഇങ്ങനെ പോകുന്നില്ലേ? ഇവിടെ ഇങ്ങനെ വരണം, ഇവിടെ ഇങ്ങനെ വരണം, ഇങ്ങനെ രണ്ടെണ്ണം പോകുന്നില്ലേ ഇവിടെ? മനസ്സിലായ? അപ്പൊ എത്ര ലാർജ് സ്ക്വയർ? രണ്ടെണ്ണം. ഇവിടെയോ ഇങ്ങനെ 1, പിന്നെ അതാ ഇവിടുന്ന് 2, പിന്നെ അതാ ഇവിടുന്ന് ഇങ്ങനെ. മനസ്സിലായി? ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ. ഒന്ന് ലാർജ് സ്ക്വയർ അല്ലേ? അടുത്തത് ഇവിടുന്ന് ഇങ്ങനെ. ലാർജ് സ്ക്വയർ അല്ലേ? അടുത്ത ഇവിടുന്ന് ഇങ്ങനെ. പോയില്ലേ? 3 എണ്ണം. എത്രണ്ട്? 3 ലാർജ് സ്ക്വയർ. 1 2 കണ്ടോ? ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയർ ഇൻ ഓൾ ഈച്ച് പിക്ചർ? മൊത്തം എത്ര സ്ക്വയറുകളുണ്ട് മൊത്തം? ആദ്യത്തെ എത്രണ്ണം? രണ്ടെണ്ണം. രണ്ടാമത്തേല് 1 2 3 4 പിന്നെ ഒരെണ്ണം. മൊത്തത്തില് അങ്ങനെയില്ലേ? ഇല്ലേ? അപ്പൊ ആദ്യത്തെ ലാർജ് സ്ക്വയർ അവറ്റില്ലല്ലോ. ആദ്യത്തെ ലാർജ് സ്ക്വയർ ഉണ്ടോ? അതെത്രയാ? 0. അത് കൊടുത്തില്ല. അങ്ങനെ കൊടുക്കണം. ലാർജ് സ്ക്വയർ ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ ലാർജ് സ്ക്വയർ എത്രയാ? 1 അല്ലേ? അടുത്തതിലോ ഇങ്ങനെ പോകും. ഇങ്ങനെ എഴുതണം. ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ എഴുതണം. കേട്ടാ? ഇനി മൊത്തത്തിൽ എത്ര സ്ക്വയർ ഉണ്ട്? 2. ഇനി അടുത്ത ഇവിടെ എത്ര ഉണ്ട്? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 4 1 എത്ര വന്നു? 5. അടുത്തത് 8. അടുത്തത് ഉണ്ടോ? ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. Continue the pattern of the picture. The sequences are arithmetic sequences. Arithmetic sequences ആണോ എന്നുള്ളത്? ആണോ? ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? ഇതിന്റെ കോമൺ ഡിഫറൻസ് 2 4 4 6 ഇങ്ങനല്ലേ പോണേ? അപ്പൊ 4ൽ നിന്ന് എന്താ പറയുക? 2 പറയുമ്പോൾ എത്ര കിട്ടും? അടുത്ത 6ൽ നിന്ന് 4 പറയുമ്പോൾ എത്ര കിട്ടും? അപ്പൊ ഇതെന്താണ്? arithmetic sequence ആണ്. കാരണം എന്താ? Their common difference is same. So arithmetic sequence. ക്ലിയർ അല്ലേ? ഇവിടെ പൊതുവ്യത്യാസം ഒരേപോലെയാണ്. അതുകൊണ്ട് എന്താണ്? ഇതൊരു സമാന്തര ശ്രേണി. രണ്ടാമത്തേത് ഇവിടുന്ന് 1ൽ നിന്ന് 0 പോയാൽ ഒരു തിരിച്ചെടുക്കുക. 1ൽ നിന്ന് 0 പോയാൽ 1, 2ൽ നിന്ന് 1 പോയാൽ 1. ഇത് എന്താണ്? കോമൺ ഡിഫറൻസ് സെയിം. ഇവിടെ നോക്കിയേ, കോമൺ ഡിഫറൻസ് 5ൽ നിന്ന് 2 3, 8ൽ നിന്ന് 5 3. അപ്പൊ ഇത് എന്താണ്? അപ്പൊ ഇത് 3 മെത്തേഡ് നമുക്ക് കോമൺ ഡിഫറൻസ് സെയിം. സോ ഇറ്റ് ഈസ് എ arithmetic sequence. ഡൗട്ട് ഉണ്ടോ? എളുപ്പമില്ലേ? ആർ ഈക്വലി സ്പേസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. So that the sequence of the heights of the perpendicular are continuing this form of an arithmetic sequence. ഇതേ രീതിയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഇട്ട് ഇങ്ങനെ ഒരേ രീതിയിൽ വരച്ചിരിക്കുന്ന ഇതിന്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അരിതമെറ്റിക് സീക്വൻസിലാണോ പോയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായോ? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിനതാ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഈ ലൈനതാ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം.
ഇവിടെ എല്ലാം നോക്കിയേ, നമുക്ക് എന്താ കിട്ടുക? 90 ഡിഗ്രി. ഇവിടെ എന്താ 90, ഇവിടെയും 90, ഇവിടെയും 90, ഇവിടെയും 90. നമുക്ക് ഇവിടെ പേര് കൊടുക്കുക ഓരോന്നിനും. L, A, B, C, D, E. താഴെ നമുക്ക് P, Q, R, S, T. കേട്ടോ? ഇവിടെ ഒരു പേര് കൊടുക്കാം, M, N, O, P. MNO. ഇപ്പോൾ ഇവിടെ നോക്കി നമുക്കറിയാം ഇതെല്ലാം 90 ഡിഗ്രി. ശ്രദ്ധിക്കണേ, ഇവിടെ ഇതെല്ലാം 90 ഡിഗ്രി കൊടുത്തു. ഇത് ജോയിന്റ് ചെയ്തു. ഇതിനെല്ലാം നമ്മൾ എന്ത് കൊടുത്തു? 90 ഡിഗ്രി എന്ന് കൊടുത്തു. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഇനി ഇതിനെ നമുക്ക് ഈക്വൽ ചെയ്യണം. അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈക്വൽ ചെയ്യുക എന്നുള്ളത്. ഈ ട്രയാങ്കിൾ എല്ലാം ഈക്വൽ ആണോ എന്ന് നോക്കണം. നമുക്കറിയാം എന്താ ഇതിന്റെ എ എം ബി രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ ആയിട്ടല്ലേ കാണുന്നത്? ഏതാ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ എം ബി ഉണ്ട്. ട്രയാങ്കിൾ ഏതുണ്ട്? ബി എൻ സി. ഈ രണ്ട് ട്രയാങ്കിളുകളെ നമുക്കൊന്ന് ഈക്വൽ ചെയ്ത് നോക്കാം ആദ്യം. അപ്പൊ ഇവിടുത്തെ അളവുകളൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ ഈക്വൽ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഈ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ചെയ്യാനായിട്ട് പറ്റും. മൂന്ന് ട്രയാങ്കിളിന്റെ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ 3 സൈഡും എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും. അതിന്റെ 3 ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പറയാം എ എം ബിയിലും ബി എൻ സിയിലും 90 ഡിഗ്രി അല്ലേ ഒരു ആംഗിള് അല്ലേ? അപ്പൊ നമുക്ക് ഈക്വൽ എന്ന് പറഞ്ഞൂടെ? അപ്പൊ എങ്ങനെ എഴുതാം? ആംഗിൾ എ എം ബിക്ക് ഈക്വൽ ആണ് ആരെന്ന് പറയുന്നത്? ആംഗിൾ ബി എൻ സി. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഈ പെർപെൻഡിക്കുലർ ഈക്വൽ ആണോ നമ്മൾ നോക്കുക, കണ്ടുപിടിക്കാൻ നോക്കുക. ഇനി ഈ സൈഡിനെ നമുക്ക് y എന്ന് കൊടുക്കാം. ഏത് സൈഡിനെ? ബി എമ്മിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? y എന്ന് കൊടുക്കാം. ബി എമ്മിനെ y എന്ന് കൊടുത്താൽ സി എൻ എന്തായിരിക്കും? y. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് അതിലോട്ട് വരുന്നതിന് മുമ്പ് ഈക്വൽ ചെയ്യണം. ഈക്വൽ ചെയ്താലല്ലേ y എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എ എം ബി 90 ഡിഗ്രി, ബി എൻ സി 90 ഡിഗ്രി ഇത് കൊടുത്തു. ഇത് സെറ്റാണോ? ഒന്നാമത്തെ സെറ്റാണോ? രണ്ടാമത്തേത് ഏതൊരു ലൈനിനെ നമ്മളത് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഡി എ എമ്മും സി ബി എന്നും എന്താണെന്ന് പറയാം? നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ? പറഞ്ഞുകൂടെ? അപ്പൊ നമുക്ക് ഏതൊക്കെ പറയാം? ബി എ എം ആംഗിൾ ബി എ എമ്മിന് ഈക്വൽ ആണ്. ആംഗിൾ ആരെന്ന് പറയുന്നത്? സി ബി എൻ. ആംഗിൾ സി ബി എൻ അല്ലേ? അത് ഈക്വൽ അല്ലേ? അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾ ഈക്വൽ ആയില്ലേ? ഏതൊക്കെ ആംഗിള്? എ എം ബി എം, ബി എൻ വൈ എം, ബി എ എമ്മും സി ബി എന്നും. കറക്റ്റ് അല്ലേ? ഏതൊക്കെ? എ എം ബി എം ബി എൻ സി എം ഈക്വൽ ആണ് അല്ലേ? പിന്നെ അടുത്തത് ബി എ എമ്മും സി ബി എന്നും ഈക്വൽ ആണ് അല്ലേ? കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? ആദ്യത്തേൽ എത്രയാണ്? 90 ഡിഗ്രി. രണ്ടാമത്തേൽ ഒരേ ലൈനിൽ പാരലൽ ആയിട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ആംഗിളുകളൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ചുമ്മാ തലയാട്ടില്ല. മനസ്സിലായോ പറഞ്ഞ കാര്യം? കാരണം ഒരു ലൈനിൽ പാരലൽ ആയിട്ട് പോയാൽ ആ ആംഗിളുകളൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് ആംഗിൾ ഈക്വൽ ആണ്, ഒരു സൈഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് പറയാം ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണെങ്കിൽ എ ബി എമ്മും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എ ബി എം ഈക്വൽ ആണ് ആർക്ക്? ആംഗിൾ ബി സി എന്നിന്. ഏത് ആംഗിൾ എഴുതുന്നോ ആ ആംഗിൾ എന്തായിരിക്കണം? നടുക്ക്. ഈ 3 കാര്യം പറഞ്ഞ മനസ്സിലായോ? നമ്മളെ ചുമ്മാ തലയായിട്ടെടുത്ത് പറഞ്ഞ കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ 3 ട്രയാംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? അതിന്റെ ഈക്വൽ ആയിരിക്കും. ഇപ്പൊ സോ നമുക്ക് പറയാം ബി എമ്മും സി എന്നും എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് പറയാം ബി എമ്മിന് ഈക്വൽ ആണ്. ഈ ബി എമ്മിന് ഈക്വൽ ആണ് ആര്? സി എൻ. കണ്ടോ? അപ്പൊ അതിന് ഈക്വൽ ആണ് ആര്? ബി ഒ. ഇതെല്ലാം ഈക്വൽ. ഈ ട്രയാംഗിളുകൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ റൂൾ പ്രകാരം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഒരു സൈഡിന് ഈ ബി എമ്മിന് നമ്മൾ വൈ എന്ന് കൊടുത്താൽ, ബി എമ്മിനെ വൈ എന്ന് കൊടുത്താൽ സി എന്നും എന്ത് തന്നെ ആയിരിക്കും? വൈ തന്നെ ആയിരിക്കും. സി എൻ എന്തായിരിക്കും? വൈ തന്നെ ആയിരിക്കും. ഇതും വൈ ആണ്. അങ്ങനെയാണ് ഡി ഒ എന്തായിരിക്കും? വൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി എന്തായിരിക്കും? വൈ. പി എന്തായിരിക്കും? വൈ ആയിരിക്കും.
ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പി എ അല്ലെങ്കിൽ ഈ ക്യു എമ്മിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? എക്സ്. ഈ പി എക്ക് എന്ത് കൊടുക്കുന്നു? നമ്മൾ എക്സ് കൊടുക്കുന്നു. ഈ അതേ നീളത്തിലുള്ള ഈ ക്യു എമ്മും അതേ നീളമല്ലേ? നോക്കി ഇവിടുന്ന് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ് ആര്? എക്സ്. അങ്ങനെയാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്തായിരിക്കും? എക്സ് ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിവിടെ എ പിക്ക് എക്സ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആരാ പറഞ്ഞോ? ആരാ? എം ക്യു. എം ക്യു എന്തായിരിക്കും? എക്സ് ആയിരിക്കും. എം ക്യു എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മൊത്തം ബി ക്യൂവിന്റെ നീളം അപ്പൊ എന്തായിരിക്കും? ബി ക്യൂവിന്റെ നീളം ബി എന്ന് തൊട്ട് ക്യൂ വരെ എക്സും വൈയും കൂടി ചേരുന്നതല്ലേ? എക്സും വൈയും കൂടി ചേരുന്നു. അപ്പൊ നമ്മൾ ആൻസർ എന്താ പറയാം? എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നീളം എന്ന് പറഞ്ഞേ, സി ആറിന്റെ നീളം എന്ന് പറഞ്ഞേ. സി ആറിന്റെ നീളം ഇവിടം തൊട്ട് ഇവിടം വരെ ഈ നീളം എക്സ്. ഈ നീളം എന്താ? എക്സ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്താ? വൈ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്താ? വൈ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. വൈ പ്ലസ് വൈനെ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2y എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി അടുത്തത് അങ്ങനെയാണ് ഇതിന്റെ നീളം എന്ന് പറഞ്ഞേ നിങ്ങൾ ആർ സിയുടെ. ആർ സിയുടെ ഇപ്പൊ നമ്മൾ എഴുതിയ. ഇനി എസ് ഡിയുടെ എന്ന് പറഞ്ഞേ ഡി എസ്. നോക്കട്ടെ ആർക്കുണ്ട് ഐഡിയ എന്താ നോക്കട്ടെ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്താ? എക്സ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്താ? വൈ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്താ? എന്താ? വൈ. അപ്പൊ എങ്ങനെ വരും? എക്സ് പ്ലസ് 3y. സെറ്റായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തു? ഒന്ന് ലൈൻ വരച്ചു, 3നെ എന്ത് ചെയ്തു? ഈക്വൽ ചെയ്തു. എന്നിട്ട് ആ ട്രയാങ്കിളുകൾ രണ്ടെണ്ണം എടുത്തിട്ട് അതിനെ ഒന്ന് ഈക്വൽ ചെയ്തു. ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണെങ്കിൽ എല്ലാ ട്രയാങ്കിളുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ചെയ്ത റൂള് മനസ്സിലായല്ലോ? ഒരെണ്ണം 90 ഡിഗ്രിയും വേറെ ഒരു ലൈനിൽ നിന്ന് പാരലായിട്ട് പോയ ആംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് വെച്ച് ആ സൈഡുകളെ നമ്മൾ ഈക്വൽ ചെയ്തു. വൈ എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ചെയ്ത് എഴുതി. എന്നിട്ട് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ അളവ് കിട്ടിയില്ലേ? ഇനി ഓരോന്നൊന്ന് കുറച്ച് നോക്കിയേ. ഈ ലൈനിൽ നിന്ന് ഈ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നോക്കിയേ. എന്ത് കിട്ടും? എക്സിൽ നിന്ന് എക്സ് വൈയിൽ നിന്ന് ആരെ കുറയ്ക്കണം? ഇതൊന്ന് കുറച്ച് നോക്കിയേ. ഇത് രണ്ടും കൂടി ഒന്ന് കുറച്ച്. എക്സ് പ്ലസ് 2yയിൽ നിന്ന് ആരെ കുറയ്ക്കണം? എക്സ് പ്ലസ് വൈ. രണ്ടെണ്ണം വരുവാണെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കണം. കണ്ടോ? അങ്ങനെ എങ്ങനെ വരിക? എക്സ് പ്ലസ് 2y മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് മൈനസും മൈനസ് വൈ അല്ലേ? ഇത് രണ്ടും വെട്ടിപ്പോയില്ലേ? 2yയിൽ നിന്ന് y കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? y. കണ്ടോ? ഇനി അടുത്ത ഇതിൽ നിന്ന് ഇത് കുറച്ചേ. ഒന്ന് കുറച്ചേ. എക്സ് പ്ലസ് 3y മൈനസ് എക്സ് പ്ലസ് 2y. ഒന്ന് കുറച്ച് നോക്കിയ എല്ലാവരും. ഇത്ര എഴുതിയട്ടെ, ലാസ്റ്റ് എഴുതിയാൽ ഇത്ര. മനസ്സിലായോ? മനസ്സിലാക്കി. ഓക്കെ, ഇവിടെ എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് വൈ 3y. അത് അതേപോലെ എപ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക എന്ന് പറയുമ്പോൾ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിനെ എപ്പോഴും ഏതിലിടണം? ബ്രാക്കറ്റിലിട്ടേ ചെയ്യാവും, അല്ലെങ്കിൽ തെറ്റിപ്പോവും. കേട്ടോ? ഒരെണ്ണം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാതെ ചെയ്യണം. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്തിലിടണം? ബ്രാക്കറ്റിലിടണം. അപ്പൊ ഇവിടെ എന്താ വരിക? എക്സ് പ്ലസ് 3y മൈനസ് എക്സ് മൈനസ് 2y പ്ലസ് എക്സ് മൈനസ് എക്സും വെട്ടിപ്പോ. ഓപ്പോസിറ്റ് സൈൻ അല്ലേ? ഇനി 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോ y. എന്ത് y? മനസ്സിലായോ? അതും എന്ത് തന്നെ കിട്ടി? y തന്നെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇവിടെയും y ഇവിടെയും y. അതായത് കോമൺ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അരിതമെറ്റിക് സീക്വൻസിലല്ലേ പോണത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അതല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? Here common difference is same. Is a arithmetic sequence. The sequence of the heights of the perpendicular on continuing to form arithmetic sequence എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ? height of the perpendicular എന്ത് തന്നെയാണ്? arithmetic sequence തന്നെയാണ്. മനസ്സിലായോ? അത് എഴുതി വെക്കുക. height of the perpendicular എന്താണ്? arithmetic sequence ആണ്. എന്താ കാരണം? common difference സെയിം ആണ്.
ഇതിൽ നിന്ന് ഇത് കുറയ്ക്കില്ലേ? ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കുറയ്ക്കുമ്പോൾ ഓരോന്നിന്റെ എത്ര കിട്ടുക കോമൺ ഡിഫറൻസ്? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ y, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോഴും y, ഈ ആഴ്ചയിൽ നിന്ന് ഈ ആഴ്ച കുറയ്ക്കുമ്പോഴും y കിട്ടും. സോ കോമൺ ഡിഫറൻസ് സെയിം. ദിസ് എ പെർപെൻഡിക്കുലർ റൈറ്റ് ഇസ് എ അരിതമെറ്റിക് സീക്വൻസ്. അപ്പൊ അതോടുകൂടി ഇന്നത്തെ പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്. ഓക്കെ, ബൈ.